A very warm good morning to all of you. എക്സാമൊക്കെ ആയില്ലേ? എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? പഠിച്ച് കഴിയാറായിണ്ടാവും അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട് അല്ലേ, മെഷറിംഗ് വെയ്റ്റ്സ്. അപ്പം നമുക്കിന്ന് അത് നോക്കാം അല്ലേ? ലെറ്റ്സ് സീ. ഓക്കെ, 10th chapter measuring weights. We have already learned about measuring liters, measuring heights അല്ലേ? നമ്മൾ ലിറ്റർ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. ലിക്വിഡ്സ് എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ഹൈറ്റ്സ് എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് അതിനകത്ത് പഠിച്ചത്? 1000 milliliter is equal to 1 liter അല്ലേ? 1000 milliliter ചേർന്നാലാണ് 1 ലിറ്റർ ആവുക. ശരിയല്ലേ? യെസ്. ഇനി പിന്നെ ഹൈറ്റിൽ എങ്ങനെയാണ് പഠിച്ചത്? 100 centimeter is equal to 1 meter അല്ലേ? ഇത് രണ്ടും ഓർക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെയ്റ്റ്സിനെ കുറിച്ചാണ്. ഇനി നിങ്ങൾ പാരൻസിൻ്റെ കൂടെ ഷോപ്സിൽ പോകാറില്ലേ? പർച്ചേസിന് പോകാറില്ലേ? അപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൽ പോകാറുണ്ട്, ഗ്രോസറി ഷോപ്പിൽ പോകാറുണ്ട് അല്ലേ? അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയും പൊട്ടറ്റോ വേണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണം, തക്കാളി വേണം എന്ന് പറയുമ്പോൾ അവർ ചുമ്മാ എടുത്തു തരുവാണോ ചെയ്യുക? അല്ല, അവരെന്ത് ചെയ്യും? ഇതേപോലത്തെ വെയിങ് മെഷീനിൽ വെച്ച് തൂക്കിയിട്ടാണ് നമുക്ക് തരിക അല്ലേ? അപ്പോൾ 1/2 കിലോ വേണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ പാരൻസ്? 1/2 കിലോ തക്കാളി എടുത്തോളൂ, ഇല്ലെങ്കിലും ഒരു 1/4 കിലോ പച്ചമുളക് എടുത്തോളൂ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ഈ കിലോഗ്രാമും ഗ്രാമൊക്കെ എന്താണെന്ന് പഠിക്കണ്ടേ? അപ്പോൾ ഈ തൂക്കത്തിൻ്റെ അളവെന്താ? തൂക്കത്തിൻ്റെ അളവെങ്ങനെ നമ്മൾ പറയാം? ഗ്രാമിൽ അല്ലെങ്കിൽ കിലോഗ്രാമിൽ അല്ലേ? ഓക്കെ, അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഇതേപോലത്തെ വെയിങ് മെട്രിക് ബാർസ് എന്ന് പറയും, അയണിൻ്റെ ബാർസ് ആണ് ഇത്. കണ്ടിട്ടില്ലേ? അപ്പോൾ 1/2 കിലോ പൊട്ടറ്റോ അല്ലെങ്കിൽ 1/2 കിലോ ടൊമാറ്റോ പറഞ്ഞാൽ ഇതിലേതാ വയ്ക്കുക? ദിസ് വൺ, ഇതാണ് വയ്ക്കുക അല്ലേ? ഈ ഒരു കട്ടയാണ് വയ്ക്കുക. അതിലെന്താ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, ക്ലിയർ ആവുണ്ടോ? 500 gram എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? 500 gram ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 100 gram ബാർസ് ആണ്. എത്ര? 100 gram ബാർസ്. ഈ ഒരു 100 gram ബാർ കണ്ടോ? ഇതിൻ്റെ 10 എണ്ണം വെച്ചാലാണ് എന്ത് കിട്ടുക? ഈ 1 കിലോ കിട്ടുക. അതായത് 1000 grams is equal to 1 kilogram. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. എന്താണ്? 1000 grams is equal to 1 kilogram. പിന്നെയോ 500 grams is equal to 1/2 kilogram. ഓക്കെ, അപ്പോൾ 1/2 kilogram എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 gram അല്ലേ? ഇനി 1 kilogram എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 gram. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കൊക്കെ അറിയാലോ, നമ്മൾ കടയിലൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ 2 kilogram എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2000 gram. 2 kilogram എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2000 gram ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. മൈ വെയ്റ്റ്, ഫൈൻഡ് ദ തിങ്സ് ഇൻ ദ ക്ലാസ് യു ക്യാൻ ലിഫ്റ്റ് അപ്പ്. ക്ലാസ്സിലുള്ള ഏതൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയെന്ന്. അവിടുത്തെ സ്റ്റൂള് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂലേ? സ്റ്റൂള് നിങ്ങൾക്ക് പൊന്തിക്കാൻ കഴിയും, ശരിയല്ലേ? യെസ്. പിന്നെയോ നിങ്ങളുടെ സ്കൂൾ ബാഗ്സ് നിങ്ങൾക്ക് പൊക്കാൻ കഴിയൂലേ? ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. യു ക്യാൻ ലിഫ്റ്റ് അപ്പ് ദ സ്കൂൾ ബാഗ്സ്, ശരിയല്ലേ? ആദ്യത്തേത് സ്റ്റൂൾ അല്ലെങ്കിൽ ചെയർ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറ്റുക? ടീച്ചേഴ്സ് ചെയർ പറ്റൂലേ? ടീച്ചർമാർ ഇരിക്കുന്ന ചെയർ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? യെസ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക? ഡസ്റ്റർ സിമ്പിളായിട്ട് എടുക്കുക അല്ലേ? ചോക്കിൻ്റെ ബോക്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ? പക്ഷെ ഒരു ഡെസ്കൊക്കെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അതെന്താ? വെയിറ്റ് കൂടുതലാണല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് പറ്റില്ല. 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്കും ബെഞ്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റും അല്ലേ?
ഇനി വാട്ട് ഓൾ തിങ്സ് ഇൻ യുവർ ഹോം ക്യാൻ യു ലിഫ്റ്റ് അപ്പ്? വീട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? ഓക്കെ, ഫ്ലവർ പോട്ട് പറ്റും അല്ലേ, പൂച്ചട്ടി, ഫ്ലവർ പോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബക്കറ്റ് ഓഫ് വാട്ടർ, ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച്, ഒരു കുഞ്ഞു ബക്കറ്റിൽ വെള്ളം നിറച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലേ. പിന്നെ എന്തൊക്കെയാണ് പറ്റുക എന്നുള്ളത് നിങ്ങളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സീ ദ പിക്ചേഴ്സ് വിച്ച് ഓഫ് ദിസ് യു ഹാവ് സീൻ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള വെയിങ് മെഷീൻസ്? ഏതൊക്കെയാണ്? ഇത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കാലത്തൊക്കെ ടീച്ചറുടെ കാലത്തൊക്കെ ഇതായിരുന്നു. ഇപ്പോഴൊക്കെ ഏതാ യൂസ് ചെയ്യുന്നത്? ഈ രണ്ടെണ്ണം ഡിജിറ്റൽസാണ്. ഇതിനകത്ത് സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ഇങ്ങനെ തെളിയും അല്ലേ. ഇതിലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വെയിറ്റ് തെളിയും. അതാണ് ഡിജിറ്റൽ. ഇനി ഇതിൽ ഏതാണ്? വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ആൾ ദിസ്? ഇതെല്ലാം എന്തിനാ ഉപയോഗിക്കുന്നത്? വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. വിച്ച് ഓഫ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് യുവർ വെയിറ്റ്? നമ്മളുടെ വെയിറ്റ് നോക്കാൻ ഏതാ ഉപയോഗിക്കുക? ദിസ് വൺ അല്ലേ. ഇതിലാണ് നമ്മൾ കയറി നിൽക്കുക, എന്നിട്ട് നമ്മുടെ വെയിറ്റ് അറിയാം. ദിസ് ഇസ് വെയിങ് മെഷീൻ അല്ലേ. ഈ വെയിങ് മെഷീനിലാണ് നമ്മൾ കയറി നിന്നിട്ട് നമ്മുടെ വെയിറ്റ് അറിയാം. ശരിയല്ലേ? യെസ്. ഇനി ഇതേപോലത്തെ വെയിങ് മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നോക്കുക. പിന്നെ ഇവിടെ സ്കൂളിലെ ബെഞ്ചിലത്തെ ഓരോ കുട്ടിയുടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പറ്റില്ലല്ലോ, നമ്മൾ ക്ലാസ്സിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ വീട്ടിലെ സഹോദരങ്ങളുടെ വെയിറ്റ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ നോക്കി എഴുതുക. എന്നിട്ട് ഏറ്റവും കുറവ് വെയിറ്റ് ആർക്കാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റ് ആർക്കാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ. ഇനി ഓണം, റൈസ് ഫോർ ഓണം ടു ബി ഗിവൺ ടുമാറോ 5 kilogram ഫോർ ഈച്ച്. അപ്പോൾ ഓണത്തിലെ ടോപ്പിക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓണത്തിന് എല്ലാവർക്കും അരി കൊടുക്കും. ചില സ്കൂളുകളിൽ കുട്ടികൾക്ക് അരി കൊടുക്കും. അപ്പോൾ ഓരോ കുട്ടിക്കും എത്ര അരി കിട്ടും? 5 kilogram അരി കിട്ടും. 5 kilo അരി കിട്ടും ഓരോ കുട്ടിക്കും. ഹൗ മച്ച് റൈസ് ഈസ് നീഡഡ് ഫോർ യുവർ ക്ലാസ്? അവർ ക്ലാസ്സിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്ന് ആദ്യം നോക്കുക. അവർ ക്ലാസ് ആസ് 40 children. ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇസ് നീഡഡ്? ഇവരുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 40 children ഉണ്ട് അല്ലേ. ഓരോ കുട്ടിക്കും എത്ര കിട്ടും? യെസ്, ഓരോ കുട്ടിക്കും 5 kilogram കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൗ മച്ച് റൈസ് ഈസ് നീഡഡ് ഫോർ യുവർ ക്ലാസ്? അപ്പോൾ ആ ക്ലാസ്സിൽ മൊത്തം എത്ര അരി വേണം? 40 into 5. 40നെ നമുക്ക് എങ്ങനെ എഴുതാം? 40 into 10 അങ്ങനെ എഴുതിക്കൂടെ? യെസ്, into 5 അല്ലേ. ഫോർട്ടി into 5 means 200 kilogram റൈസ് വേണം. എന്തിന്? ഈ ക്ലാസ്സിന് മൊത്തം. ഓക്കെ, 200 kilogram റൈസ്. ഇഫ് ദർ ഈസ് 50 kilogram ഓഫ് റൈസ് ഇൻ എ സാക്ക്, ഹൗ മെനി സാക്സ് ആർ നീഡഡ് ഫോർ യുവർ ക്ലാസ്? അപ്പോൾ ഒരു ചാക്കിൽ 50 kg ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ചാക്ക് വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഈ ക്ലാസ്സിന് വേണ്ടത് 200 kg ആണ് അല്ലേ. അപ്പോൾ അടുത്ത 50 ചാക്കും കൂടി എടുത്ത് എത്രയായി? 50 + 50 100 ആയി. അപ്പോൾ ഇനി ഒരു ചാക്ക് കൂടി എടുത്തു, 100 + 50 150 ആയി. ഒരു ചാക്ക് കൂടി എടുത്തു, 150 + 50 200 ആയി അല്ലേ. അപ്പോൾ എത്ര ചാക്ക് വേണം? യെസ്, 4 സാക്സ് വേണം. എത്ര സാക്സ് വേണം? 4. വാട്ട് ഇഫ് ദർ ഈസ് 100 kilogram ഇൻ എ സാക്ക്? അപ്പോൾ ഒരു ചാക്കിൽ 100 കിലോ ആണെങ്കിൽ ആ ക്ലാസ്സിന് എത്ര ചാക്ക് അരി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സാക്കിൽ 100 kg ആണ്, 100 kilogram ആണ്. അപ്പോൾ ഒരെണ്ണം എടുത്തപ്പോൾ 100 ആയി. രണ്ടാമത്തതും കൂടി എടുത്തപ്പോൾ എത്രയായി? 100 + 100 എത്രയാ? 200. അപ്പോൾ തന്നെ ആയില്ലേ. അപ്പോൾ 2 സാക്ക് മതി അല്ലേ, 2 sacks. Noon meal. For noon meal program, 100 grams of rice is a day allotted to each child. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഏതിൻ്റെ കണക്കാണ്? കിലോഗ്രാമിൻ്റെ കണക്കാണ് അല്ലേ. കിലോഗ്രാം ആണ്. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നോക്കിക്കേ, ഗ്രാം മാത്രമേ ഉള്ളൂ, കണ്ടോ? യെസ്. അപ്പോൾ ഫോർ noon meal program, 100 grams of rice a day is allotted to each child. അപ്പോൾ ഓരോ കുട്ടിക്കും
ഉച്ചഭക്ഷണത്തിന് എത്ര റൈസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്? 100 ഗ്രാം. എത്ര ഗ്രാം ചേർന്നാലാണ് 1 kg ആവുക? യെസ്, 1000 ഗ്രാം ചേർന്നാലാണ് 1 kg ആവുക. ഓക്കെ, ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡിഡ് യു നോട്ട് വാട്ട് ടീച്ചർ ടോൾഡ് ഇൻ ദ PTA മീറ്റിംഗ്? അപ്പോൾ PTA മീറ്റിങ്ങിൽ എന്താ പറഞ്ഞത്? ഓരോ കുട്ടിക്കും 100 ഗ്രാം റൈസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാ? ഉച്ചഭക്ഷണത്തിന്. ഹൗ മെനി ഗ്രാംസ് ഓഫ് റൈസ് ഇസ് നീഡഡ് ഫോർ 10 സ്റ്റുഡൻസ്? 10 കുട്ടികൾക്ക് അപ്പോൾ എത്ര അരി വേണ്ടി വരും? 100 × 10 ആണ് അല്ലേ? 100. അപ്പം നമ്മൾ 10 കൊണ്ട് ഏതൊരു നമ്പറിനെ ഇൻറ്റു ചെയ്താൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂടി ചേർത്താൽ മതി. അപ്പോൾ 100ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്താൽ 1000. അപ്പോൾ 1000 ഗ്രാംസ് ആണ് ഉച്ചഭക്ഷണത്തിനായിട്ട് 10 കുട്ടികൾക്ക് വേണ്ടി വരിക അല്ലേ? 10 സ്റ്റുഡൻസിന് വേണ്ടി വരിക. അപ്പോൾ മാം പറഞ്ഞു തന്നു 1000 ഗ്രാം ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? യെസ്, ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 1000 ഗ്രാം ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം. ഓക്കെ, fill the bag പറയുന്നത് fill up the bag below with things listed in different ways. അപ്പോൾ ഈ ബാഗിൽ 1 കിലോ മാത്രമേ പറ്റുള്ളൂ. ഈ ബാഗിൽ 2 കിലോയെ പറ്റുള്ളൂ ടോട്ടൽ. ഈ ബാഗിൽ 5 കിലോ. ഇവിടെ ഓരോന്നിൻ്റെയും പാക്കറ്റുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചില്ലിയുടെ ഒരു പാക്കറ്റിൽ എത്രയുണ്ട്? 100 ഗ്രാംസ് ഉണ്ട്. ഓക്കെ, കൊറിയാൻഡർ പൗഡറിൻ്റെ 250 ഗ്രാംസ് ഉണ്ട്. കോഫിയുടെ 200 ഉണ്ട്. ദാൽ 500, മസ്റ്റാർഡ് 100, കാഷ്യൂനട്ട് 50 ഗ്രാം, കാർഡമം 50 ഗ്രാം, ഷുഗർ 750 ഗ്രാം. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുമ്പം എത്ര ഗ്രാംസ് ആണ്? 1000 ഗ്രാംസ് വേണം അല്ലേ? ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഇതിന്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? ഓക്കെ, കൊറിയാൻഡർ പൗഡർ 2 പാക്കറ്റ് എടുക്കാം. കൊറിയാൻഡർ പൗഡർ മാമിന് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ല, സോ ഞാനിവിടെ മാർക്ക് ചെയ്യാം. കൊറിയാൻഡർ പൗഡർ 2 പാക്കറ്റ് എടുത്താൽ എത്ര ഗ്രാമായി? 250 ഗ്രാം പ്ലസ് 250 ഗ്രാം 500 ഗ്രാം ആയി അല്ലേ? ഇനി അടുത്ത എന്തെടുക്കുക? ദാൽ എടുക്കുക. ദാൽ ഒരു പാക്കറ്റ് എടുത്താൽ ഒരു പാക്കറ്റിൽ എത്ര ഉള്ളത്? 500 പ്ലസ് 500 എത്രയാ? 1000 ഗ്രാം. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായി? 1 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ എടുത്തു? കൊറിയാൻഡർ പൗഡറിൻ്റെ 2 എടുത്തു, അപ്പോൾ 500 ആയി. ഇനി ദാലിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു, അപ്പോൾ വീണ്ടും 500 ആയി. അപ്പോൾ 500 പ്ലസ് 500 1000 ആയി. ഓക്കെ, ഇനി ഈ ബാഗിൽ എത്ര വേണം? 2 കിലോഗ്രാം ആണ് വേണ്ടത്. 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ഗ്രാം. ഓക്കെ, 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ഗ്രാം വരണം. മാം ഇവിടെ കോഫിയുടെ 5 പാക്കറ്റ് എടുത്തു. ഓക്കെ, ഒരു പാക്കറ്റ് കോഫിയിൽ എത്രയാണ്? 200 ഗ്രാം ആണ്. അപ്പോൾ 5 പാക്കറ്റ് എടുത്തപ്പോൾ എത്രയായി? 1000 ഗ്രാം ആയി. ഓക്കെ, ഇനി മാം എടുത്തത് മസ്റ്റാർഡിൻ്റെ 2 പാക്കറ്റ് എടുത്തു. മസ്റ്റാർഡിൻ്റെ ഒരു പാക്കറ്റിൽ എത്രയാണ്? 100 ആണ്. അപ്പോൾ 2 പാക്കറ്റ് എടുക്കുമ്പോൾ 200. ഇനി കാഷ്യൂനട്ടിൻ്റെ 3 പാക്കറ്റ് എടുത്തു. അപ്പോൾ ഒരു പാക്കറ്റിൽ 50 ആണ്. അപ്പോൾ 3 പാക്കറ്റിൽ 150 ആയി. ഓക്കെ, പിന്നെ മാം എടുത്തു ഷുഗറിൻ്റെ ഒരു പാക്കറ്റും കൂടി എടുത്തു, 750. അപ്പോൾ ടോട്ടൽ എത്രയായി? 2000 ഗ്രാംസ് ആയി. അപ്പോൾ 2 കിലോഗ്രാം ആയി. ഓക്കെ, അതേപോലെ 5 കിലോഗ്രാമിൻ്റെ നിങ്ങൾ എഴുതി നോക്കാം. ഓക്കെ, ബൈയിങ് സോപ്പ് സെയിൽ. ഇവിടെ ഒരു സോപ്പ് സെയിലാണ് കേട്ടോ. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. 75 ഗ്രാമിൻ്റെ സോപ്പിന് 12 റുപ്പീസ്, 100 ഗ്രാമിൻ്റെ സോപ്പിന് 15 റുപ്പീസ്, 125 ഗ്രാമിൻ്റെ സോപ്പിന് 17 റുപ്പീസാണ് കേട്ടോ. അങ്ങനൊരു പ്രൈസ് ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ദു എന്താ പറയണേ? ഇന്ദു പറയണ ഐ ബോട്ട് 1 ഓഫ് ഈച്ച്. എല്ലാത്തിൽ നിന്നും ഓരോന്ന് വാങ്ങിച്ചു. അതായത് 75 ഗ്രാമിൻ്റെ ഒരു സോപ്പ് വാങ്ങി, 100 ഗ്രാമിൻ്റെ ഒരു സോപ്പ് വാങ്ങി, 125 ഗ്രാമിൻ്റെ ഒരു സോപ്പ് വാങ്ങി. ഓക്കെ, ലിസ്സി എന്താ പറയുന്നത്? ഐ ബോട്ട് 2 ഓഫ് 125 ഗ്രാംസ് ആൻഡ് 1 ഓഫ് 100 ഗ്രാംസ്. 2 125 ഗ്രാമിൻ്റെ സോപ്പും ഒരു 100 ഗ്രാമിൻ്റെ സോപ്പും വാങ്ങി. ഇനി ഷംന എന്താ പറയുന്നത്?
Shamna, I bought 2 of 100 grams and 2 of 125 gram. അപ്പോൾ ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് എ ടോട്ടൽ വെയിറ്റ് ഓഫ് സോപ്പ് ഈച്ച് ബോട്ട്? അപ്പോൾ ഇന്ദു എത്ര വാങ്ങി? ഇന്ദു എല്ലാം വാങ്ങി അല്ലേ? അപ്പോൾ 75 പ്ലസ് 100 പ്ലസ് 125. 5 plus 5 0, balance 1. 7 plus 2 9. 9 plus 1 10, balance 1. 1 plus 1 plus 1, that is 3. 300 gram ആണ് ടോട്ടലായിട്ട് ആര് വാങ്ങിയത്? ഇന്ദു വാങ്ങിയത്. ഓക്കെ. ഇനി ലിസി എത്ര വാങ്ങി? 125ൻ്റെ 2 എണ്ണം വാങ്ങി അല്ലേ? 125 പ്ലസ് 125 പ്ലസ് പിന്നെ എന്താ വാങ്ങി? 100 ഗ്രാംസിൻ്റെ ഒന്നും വാങ്ങി. 100. 5 plus 5 is equal to 10. Balance 1. 2 plus 2 4 plus 1 5. 1 plus 1 plus 1 3. 350 gram ആണ് ടോട്ടൽ വാങ്ങിയത്. ഓക്കെ. ആര്? ലിസി. ലിസി വാങ്ങിയ ടോട്ടൽ 350 gram. ഇന്ദു വാങ്ങിയത് 300 gram. ഇനി ഷംന വാങ്ങിയതോ 200. 100ൻ്റെ 2 എണ്ണം, അപ്പോൾ 200. ഇനി 125യുടെ 2 എണ്ണം, 125 പ്ലസ് 120 250. ദാറ്റ് ഈസ് 450 gram ആണ് ആര് വാങ്ങിയത്? ഷംന ടോട്ടലായിട്ട് വാങ്ങിയത്. ഓക്കെ. 450 grams. Which two bought the same weight of the soap? ഒരേപോലെ വാങ്ങിയത് ആരാണ്? വിച്ച് ടു ബോട്ട് ദ സെയിം വെയിറ്റ് ഓഫ് ദ സോപ്പ്? ആരൊക്കെയാണ് ഒരേപോലെ വാങ്ങി? ആരും വാങ്ങിയില്ല. ഹൗ മച്ച് ഡിഡ് ഈച്ച് പേ? ഓരോരുത്തരും എത്ര രൂപ വെച്ച് കൊടുക്കണം? എത്ര രൂപ വെച്ച് കൊടുക്കണം ഓരോരുത്തരും? ഇന്ദു എല്ലാത്തിൻ്റെ ഓരോന്ന് വാങ്ങിയില്ലേ? അപ്പോൾ 12 പ്ലസ് 15 പ്ലസ് 17, ദാറ്റ് ഈസ് 45 rupees. അപ്പോൾ ഇന്ദു എത്ര രൂപ കൊടുക്കണം? 45 rupees. അതേപോലെ ലിസിയുടെ ആഡ് ചെയ്യുമ്പോൾ 49 rupees. ഷംനയുടെ ആഡ് ചെയ്യുമ്പോൾ 64 rupees. ഓക്കെ. ഇതൊക്കെ ടെക്സ്റ്റിലേക്ക് കോപ്പി ചെയ്യാം കേട്ടോ. ഇനി ഹൗ മെനി പാക്കറ്റ്സ്? സി വാട്ട് ഓൾ തിങ്സ് രാമു ബോട്ട് ടു ദ മിൽ ഫോർ ഗ്രൈൻഡിങ്. രാമു എന്തൊക്കെയാണ് മില്ലിൽ പൊടിക്കാൻ കൊണ്ടുപോയി എന്ന് നോക്കാം. ചില്ലി 4 kilogram. മുളക് എത്ര കൊണ്ടുപോയി? 4 കിലോ കൊണ്ടുപോയി. ഓക്കെ. റൈസ് 20 kilogram. വീറ്റ് 30 kilogram. ചിക്പി 3 kilogram. കൊറിയാൻഡർ 5 kilogram. ടർമറിക് 5 kilogram. ഇതൊക്കെ കൊണ്ടുപോയി. എന്തിന്? നമ്മൾ പൊടി മില്ലിൽ പോയി സാധനങ്ങൾ പൊടിക്കാറില്ലേ? അതിന് കൊണ്ടുപോയി. എന്നിട്ട് രാമു ഓരോന്നും ഓരോ പാക്കറ്റിലേക്ക് ആക്കി മാറ്റും. ടർമറിക് 100 gram, ചില്ലി 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ആക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതെല്ലാം എത്ര പാക്കറ്റാക്കി മാറ്റും? ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് ഈച്ച് ആർ ദർ? എത്രയാക്കി മാറ്റുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചില്ലി 20 പാക്കറ്റ്സ് ആക്കും. എത്ര പാക്കറ്റ്സ് ആക്കും? 4 kilogramന് 20 പാക്കറ്റ്സ്. റൈസും 20 പാക്കറ്റ്സ്. വീറ്റ് 15 പാക്കറ്റ്സ് ആക്കും. ഓക്കെ. ചിക്പി 12 പാക്കറ്റ്സ്. കൊറിയാൻഡർ 10 പാക്കറ്റ്സ്. ടർമറിക് ദാറ്റ് ഈസ് 50 പാക്കറ്റ്സ്. ഇത് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യാൻ പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുക? ചില്ലി 4 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 4000 grams ആണ്. 4000 ഗ്രാംസിനെ 100 grams. എത്ര 100 ഉണ്ട് 4000ൽ? 20 100 ഉണ്ട്. സോറി, ടർമറിക് ആണല്ലേ. സോറി, ചില്ലി 200 ആണ്. അപ്പോൾ 4000ൽ എത്ര 200 ഉണ്ട്?
200 എഴുതി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര 200 എഴുതിയാലാണ് 4000 എത്തുക? 20 ആവണം. അപ്പോൾ 20 പാക്കറ്റ്സ് ആക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. സോ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ടിൽ ദെൻ ബൈ.